നമ്മൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വലിയൊരു സമ്പത്താണ് ചക്ക. ഇപ്പം നോക്കൂ, ഈ പറയുന്നതിനോട് ചേർത്ത് വെച്ച് ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഒരു നാളികേരത്തിന് ഇപ്പം 50 രൂപ വരെ വിലയായിരിക്കുന്നു. 50 രൂപ കൊടുത്താൽ അതായത് വെളിച്ചെണ്ണയ്ക്ക് 300 രൂപയിൽ അധികരിച്ചിരിക്കുന്നു. നാളികേരം പലപ്പോഴും നമ്മളുടെ പ്രദേശങ്ങളിൽ കിട്ടാനില്ലാത്തൊരവസ്ഥ വരുന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തെങ്ങിൻ്റെ കൽപ്പവൃക്ഷത്തിൻ്റെ നാടാണ് നമ്മുടേത്. ഇപ്പം ഞാൻ ഈ പറയുന്നത് ചക്കയെക്കുറിച്ചും പ്ലാവിനെക്കുറിച്ചും പറയാനാണ്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പ്രവേശികയായിട്ട് ഞാൻ ആദ്യം കൽപ്പവൃക്ഷത്തെ തന്നെ പറയുകയാണ്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ ഒരു കാലത്ത് നമ്മളുടെ കാരണവന്മാർ എഴുന്നേറ്റാൽ ആദ്യം പോകുന്നത് തെങ്ങിൻ്റെ ചുവട്ടിലാണ്. ഒന്നും മുറ്റത്തിറങ്ങി പുരയിടം മുഴുവൻ ഒന്ന് നടന്ന് തെങ്ങിൻ്റെ ചുവട്ടിൽ പോയി ഏത് തെങ്ങിന് അസുഖമുണ്ട്, ഏത് തെങ്ങിന് വളക്കുറവുണ്ട്, ഏത് തെങ്ങിന് ചെല്ലിയുണ്ട്, ഇതെല്ലാം നോക്കി കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം നടത്തിയിട്ടാണ് പ്രഭാതം ആരംഭിക്കുന്നത് നമ്മുടെ വീട്ടിലെ പഴയ ആളുകളുടെ. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രഭാത കൃത്യങ്ങൾ നടന്നിരുന്നത് തെങ്ങിൻ്റെ ചുവട്ടിലായിരുന്നു, പുരയിടത്തിൽ. അല്ലാതെ വീടിനകത്തായിരുന്നില്ല. അപ്പോൾ എന്താ, അവിടെ ഒരു നൈരന്തര്യം ഉണ്ടായിരുന്നു. നമ്മളും ഈ തെങ്ങും തമ്മിൽ, തെങ്ങിനെ നമ്മുടെ ഒരു സ്വന്തമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. വെറുതെ തേങ്ങ കിട്ടുന്ന ഒരു വൃക്ഷം എന്നതിനപ്പുറത്ത്, ഒരു ഫലവൃക്ഷം എന്നതിനപ്പുറത്ത് അത് നമ്മുടെ സ്വന്തമായിരുന്നു. നമ്മുടെ എന്തോ ആയിരുന്നു. അത് പാക്ക് തെങ്ങാണ്, അത് ഉൾക്കട്ടിയുള്ള തെങ്ങാണ്, ഇത് കരിക്കിന് പറ്റിയാണ്. ഇങ്ങനെ ഓരോ തെങ്ങിനെയും കൃത്യമായി തിരിച്ചിരുന്നു നമ്മൾ. ഓരോന്നിൻ്റെയും രുചിഭേദങ്ങൾ പോലും നമുക്കറിയാമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തെങ്ങിന് തിരിച്ച് നന്നായിട്ട് തെങ്ങിനെ ശ്രദ്ധിക്കുകയും ചെയ്തു. കൃത്യമായിട്ട് അതിന് വളവിടും. അതുപോലെ തന്നെ മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി അതിന് ഈ മരോട്ടി പിണ്ണാക്കും ഒക്കെ ചാരവും എല്ലാം കൂടെ തെങ്ങിൻ്റെ മണ്ടയിലിടും. ഇങ്ങനെ അതുപോലെ അടിയോലകൾ വെട്ടി തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി അടിയോലകൾ വെട്ടി ഒഴിവാക്കും. ഇതൊക്കെ കൃത്യമായിട്ട്. അതുപോലെ തെങ്ങിന് ഉപ്പിടും, തെങ്ങിന് ചാരവിടും, ജൈവവളം ഇടും, തൂപ്പ് വെട്ടിയിടും. ഇതൊക്കെ അതുപോലെ തടവെടുക്കും. എല്ലാ വർഷവും വെള്ളം ആവശ്യത്തിന് കിരിഞ്ഞിറങ്ങണം. ഇപ്പം നമ്മളിൽ എത്ര പേർ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇതുപോലെ ഒരു ശ്രദ്ധ, ഒരു 90% പേരും നാളികേരം ഇടാനല്ലാതെ തെങ്ങിൻ്റെ ചുവട്ടിൽ പോലും പോകുന്നില്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. തെങ്ങിന് വിലയുണ്ടായപ്പോഴാണ് നമ്മളത് തേങ്ങയ്ക്ക് വിലയുണ്ടായപ്പോഴാണ് നമ്മൾ തെങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഒരു ശ്രദ്ധ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ വിലയുള്ളപ്പോൾ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ വേണ്ടത് എല്ലായ്പ്പോഴുമാണ്. അത് ഒരു കരുതലാണ് വേണ്ടത്. ഇവിടെ ചക്കയുടെ കാര്യത്തിലും അതുതന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ചക്ക ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഭക്ഷണമായിരുന്നു. ചക്ക കൊണ്ട് എന്തെല്ലാം വിഭവങ്ങളാണ്. ചക്കയുടെ കൂഞ്ഞു പോലും കളയാത്തവരായിരുന്നു നമ്മൾ. പച്ചച്ചക്കയുടെ കൂഞ്ഞെടുത്ത് തോരൻ വെച്ചും അതുപോലെ തന്നെ അത് ഈ ഇറച്ചി കഴിക്കുന്നതിനേക്കാൾ സ്വാദിഷ്ടമായിട്ടാണ് നമ്മൾ അതുകൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കഴിച്ചിരുന്നത്. അതിൻ്റെ കൂടെ ആ കൂഞ്ഞ് ഭക്ഷണയോഗ്യമാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ തേങ്ങ ഒക്കെ വറുത്ത് അതുകൂടി ചേർത്തൊക്കെ ഇട്ട് എന്തുകൊണ്ടാണ് ഈ വിഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ ആദ്യമായി കഴിക്കുന്ന ആൾ തോന്നുമായിരുന്നു. അത്ര രുചിദായകമായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങനെ ഉപയോഗിക്കാമായിരുന്നു. മാത്രമല്ല കീടനാശിനിയുടെ ഒരംശം പോലും അടങ്ങാത്ത ഒന്നാണിത്. ഇപ്പോൾ കടയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഭയപ്പാടോടെയാണ് വാങ്ങുന്നത്. അത് മാങ്ങയാകട്ടെ, ഈ നവാഗത ഫലങ്ങളാകട്ടെ, ഏത് ഫലവർഗ്ഗങ്ങൾ വാങ്ങുമ്പോഴും മുന്തിരിങ്ങ നമുക്ക് വാങ്ങാൻ ഭയമാണ്. ശരിക്കും പറഞ്ഞാൽ പേടിയോടുകൂടിയാണ് നമ്മൾ മുന്തിരിങ്ങയെ നോക്കുന്നത്. കാരണം ഏതെല്ലാം കീടനാശിനികളാണ് അതിൽ അടിച്ചിരിക്കുന്നതെന്നുള്ള ഉൾഭയം നമുക്കുണ്ട്. പക്ഷെ അതൊന്നുമില്ലാത്ത, യാതൊരു വിധമായ സങ്കോചവും ആശങ്കയും ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫലവർഗ്ഗമാണ് ശരിക്കും പറഞ്ഞാൽ ചക്ക. കാരണം അതിനാരും വളം ചെയ്യുന്നില്ല, ആരും കീടനാശിനി അടിക്കുന്നില്ല. അത് പഴുപ്പിക്കാൻ വേണ്ടി നമ്മൾ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം പ്രകൃതി നമുക്ക് ഒരുക്കിത്തരുന്ന പ്രകൃതിയുടെ ഏറ്റവും വലിയ കാരുണ്യമാണ് ശരിക്കും ചക്ക എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഫലം. അത് യഥാവിധി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ചോദിച്ചത് വളരെ ശരിയാണ്. ഒരു വർഷം 2000 കോടിയോളം രൂപയുടെ ചക്ക പാഴായി പോകുന്നു എന്നാണ് ഈ അടുത്ത സമയത്ത് റിപ്പോർട്ട് വന്നത്. സത്യമാണ്. അതിൽ കൂടുതലുണ്ടെങ്കിലേ പാഴാകുന്നെങ്കിലേ ഉള്ളൂ. കാരണം ഒരു സീസൺ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു വർഷം കോടാനുകോടി രൂപയുടെ ചക്ക തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അത് മുഴുവൻ ചിപ്സാക്കി അവർ പല ഉൽപ്പന്നങ്ങളാക്കി കേരളത്തിൻ്റെ വിപണിയിൽ തന്നെ അത് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിധി വൈപരീത്യം. നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് കൊടുക്കുന്നു, വലിയ വില കൊടുത്ത് അതിൽ നിന്നുണ്ടാക്കുന്ന സാധനം നമ്മൾ വാങ്ങുന്നു. അതാണ് സംഭവിക്കുന്നത്. അവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ
നമുക്ക് ഈ അധ്വാനത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു മനോഭാവമാണ് നമ്മുടെ ഏറ്റവും വലിയ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട അടിവരയിട്ട് കാണേണ്ട പ്രശ്നം അതാണ്. കാരണം ഈ ദേഹത്ത് ഉറുമ്പ് കടിച്ചാൽ ഇപ്പം നമ്മൾ ബംഗാളിയെ അന്വേഷിക്കുകയാണ് ആ ഉറുമ്പിനെ എടുത്ത് കളയുവാൻ. അത്രമാത്രം വലിയൊരു അലസമായ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ മാറുന്നു. കാരണം ഒരു ഈസി ചെയർ ജീവിതമാണ് നമ്മുടേത്. ഇപ്പോൾ ഒട്ടും ശരീരം വിയർക്കുന്ന ഒരല്പം അധ്വാനം ആവശ്യമായ ഒരു കാര്യവും ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല. തന്നെയല്ല നമ്മൾ കുട്ടികളെ പോലും അങ്ങനെയല്ലേ വളർത്തിയെടുക്കുന്നത്. നമ്മളുടെ കുഞ്ഞുങ്ങളെ കാലിൽ സോക്സ് ഇടിയിച്ചാണ് നമ്മൾ വീടിനകത്ത് പോലും നടത്തുന്നത്. പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമുക്കൊക്കെ ഇപ്പം ഒരു പഴയ തലമുറയെ സംബന്ധിച്ച് ഞാനടക്കം ഉള്ളവരുടെ മനസ്സിൽ ഇപ്പോഴും ഭീതിതമായ ഒരു ഓർമ്മയാണ് കാലിൽ വളം കടിക്കുക എന്നുള്ളത്. ഈ മഴക്കാലത്ത് നമ്മൾ ചെരുപ്പിടാതെ വെള്ളത്തിൽ നടക്കുകയും കണ്ട ചെളിയിൽ നടക്കുകയും മണ്ണിലിറങ്ങുകയൊക്കെ ചെയ്തിട്ട് കാലിൽ വളം കടിക്കും. കാലിൽ വളം കടിക്കുമ്പോൾ അതിനുകൊണ്ട് ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ. അതിങ്ങനെ നൂല് വെച്ച് ആ വിരലിങ്ങനെ കാലിൻ്റെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് സൂചിയിട്ട് ഒന്ന് കുത്തും. അവിടുന്ന് കുറച്ച് ബ്ലഡ് പോയി കഴിയുന്നുണ്ടെങ്കിൽ ഒരു പരമസുഖമാണ്. പക്ഷേ ബ്ലഡ് പോകുന്നതുകൊണ്ടല്ല നമുക്ക് ചൊറിച്ചിൽ മാറുന്നത്. മാത്രമല്ല അവിടെ നമ്മൾ ആശുപത്രിയിൽ നിന്ന് വാങ്ങുന്ന ഒരു നീല മരുന്ന് നമ്മൾ ഉപയോഗിക്കും, പുരട്ടുമായിരുന്നു. ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടിയെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആർക്കെങ്കിലും വളം കടിക്കുന്നുണ്ടോ? നമ്മൾ ചെരുപ്പിട്ടാണ് വീടിനകത്ത് പോലും നടക്കുന്നത്. വീടിനകത്തൊരു ചെരുപ്പ്, വീടിന് പുറത്തൊരു ചെരുപ്പ്, അതാണ് പുതിയ ചെരുപ്പിൻ്റെ സംസ്കാരം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് നമ്മുടെ കുട്ടികൾ മണ്ണിലിറങ്ങാതെ വളരുമ്പോൾ എങ്ങനെയാണ് ചക്ക പാഴായി പോകാതിരിക്കുന്നത്? അപ്പോൾ അധ്വാനത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ മാറേണ്ടത്. വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ കിട്ടുന്നതാണ്. സൂര്യപ്രകാശം കനിഞ്ഞു നൽകുന്ന ഏറ്റവും വലിയ നന്മയാണ് വൈറ്റമിൻ ഡി. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വിറ്റഴിയുന്ന ടാബ്ലറ്റ് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റാണ് നമ്മൾ കഴിക്കുന്നത്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് സൂര്യൻ സ്വയമേവ തന്നിരുന്ന ശരീരം ഉൽപ്പാദിപ്പിച്ചിരുന്ന വൈറ്റമിൻ ഡിക്ക് നമ്മൾ പണം കൊടുത്ത് വാങ്ങുകയാണത്. എന്തുകൊണ്ട്? നമ്മളൊന്ന് അധ്വാനിക്കുവാനും വിയർക്കുവാനും വെയിൽ കൊള്ളുവാനും ഒന്നും സന്നദ്ധമല്ല. ഒന്ന് മണ്ണിൽ ഇറങ്ങുവാൻ നമുക്ക് മടിയാണ്. കുട്ടികൾ മണ്ണിൽ ഇറങ്ങിയാൽ എന്തോ അപകർഷത പോലെയാണ് നമ്മൾ കാണുന്നത്. ഈ സംസ്കാരം മാറിയെങ്കിൽ, അതായത് ഈ ഒരു വിചാരവും ഈ ഒരു സംസ്കാരത്തിൽ നിന്നും നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ രോഗികളായി മാറും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയ പൊണ്ണത്തടിയുള്ള കുട്ടികൾ ഇപ്പോൾ ഒബിസിറ്റി എന്ന് പറയുന്നത് വലിയൊരു കുഴപ്പമായി വരുമല്ലേ. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ വല്ലാതെ വണ്ണം വയ്ക്കുന്നു, ഭക്ഷണം കഴിച്ച് ഭൂഷണിപ്പിക്കുകയാണ്. അവർ ഒട്ടും മണ്ണിലിറങ്ങുകയോ അധ്വാനിക്കുകയോ ചെയ്യുന്നില്ല. ഈ ഒരു കുഴപ്പം ചക്ക സംസ്കരിക്കുന്ന കാര്യത്തിലുമുണ്ട്. ഇപ്പം ചക്കയ്ക്ക് ഒരല്പം അധ്വാനം വേണം. അതിൻ്റെ കരിമുള്ള് ചെത്തിക്കളയണം, അതിൻ്റെ ചകിണി മാറ്റണം, ചക്കച്ചുള ഓരോന്നായിട്ട് അതിൻ്റെ കൂഞ്ഞ് ചെത്തിക്കളഞ്ഞിട്ട് ഇതെല്ലാം കറയുള്ള, അതിന് നമ്മുടെ കയ്യിലും ഉപയോഗിക്കുന്ന കത്തിയിലും ഒക്കെ കറ പറ്റും. ഇതൊന്നും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനൊന്നും നമ്മൾ മെനക്കെടാൻ തയ്യാറല്ല. ഇത് കഴിയുമെങ്കിൽ പാകം ചെയ്ത് ആരെങ്കിലും തന്നാൽ നമ്മൾ എന്ത് വില കൊടുത്തും വാങ്ങും. അവിടേക്കാണ് നമ്മൾ പോയി നിൽക്കുന്നത്. അവിടെയാണ് ഈ നമ്മുടെ സമ്പത്ത് പാഴായി പോകുന്നത്. അതുകൊണ്ടാണ് ചക്ക പാഴാക്കുന്നത്. ചക്ക എല്ലാത്തിനും ഒരു മരുന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നാന്തരം ഫലവർഗം, ഒന്നാന്തരം മരുന്ന്. അത് സിഡ്നിയിലെ സർവകലാശാല അതുപോലെ തന്നെ വിദേശ സർവകലാശാലകളെല്ലാം പഠനം നടത്തിയിട്ട് പറയല്ലേ, ഏറ്റവും നല്ല ഫലവർഗ്ഗങ്ങളിൽ ഒന്നാണ് ചക്ക. നിങ്ങൾ ചക്ക ഒന്നുപോലും പാഴാക്കരുത്. ഇപ്പം പഴയ കാലത്ത് നമ്മൾ ചക്ക മൂപ്പത്തുന്നതിന് മുമ്പ് ഇടിച്ചക്ക തോരൻ വയ്ക്കുമായിരുന്നു. മിക്കവാറും എല്ലാ വീടുകളിലും ഒരു കാലത്ത് ഇടിച്ചക്ക തോരൻ ഉണ്ടായിരുന്നു. എന്തൊരു രുചിദായകമായ ഒരു ഭക്ഷണമായിരുന്നു അത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ നാരിൻ്റെ അംശം അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം നാരാണ്, അതിനകത്ത് യാതൊരുവിധമായ മാലിന്യങ്ങളും കീടനാശിനികളുമില്ല. ഒപ്പം നമ്മുടെ ഒരു ഔഷധം പോലെ നമുക്കത് പ്രയോജനപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. അതുപോലെ ചക്കക്കുരു എന്ന് പറയുന്നത് ഇത്രയും പോഷക സമ്പുഷ്ടമായ ഏതെങ്കിലും ഒരു സാധനമുണ്ടോ? ഏറ്റവും പോഷക സമ്പുഷ്ടമാണ് നമ്മുടെ ചക്കക്കുരു. അതിലടങ്ങിയിട്ടില്ലാത്തതൊന്നുമില്ല. അത് ആവശ്യത്തിന് യഥാവിധി പാകം ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. പണ്ട് നമ്മൾ മാങ്ങേണ്ടിയുടെ കറ കളഞ്ഞിട്ട് മാങ്ങേണ്ടി സംസ്കരിച്ച് മാങ്ങേണ്ടി കൊണ്ട് അപ്പം ഉണ്ടാക്കി നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് കഴിച്ചിരുന്നു. അത് ഇപ്പോഴും അതിൻ്റെ രുചി നാവിൽ നിന്ന് മാറിയിട്ടില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ചക്കക്കുരുവിൻ്റെ പുറത്തെ പാട ചുരണ്ടി കളഞ്ഞിട്ടാണ് നമ്മൾ പണ്ട് കഴിച്ചിരുന്നത്. അതുപോലും ചുരണ്ടാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് നമുക്ക് ഒരു മരുന്നാണ്, അത് ചുരണ്ടി കളയേണ്ടതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സർവ്വത എല്ലാ അർത്ഥത്തിലും ഒരു മരുന്ന് പോലെ മലയാളി ഉപയോഗിക്കേണ്ട ഒന്നാണ്. അത് ശരിയായ രീതിയിൽ
അതിനെ സമീപിക്കുകയും അത് നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങളെ അതുമായി ചേർത്ത് വയ്ക്കുകയും അവർക്കതിനുള്ള പണം കൊടുക്കുകയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളിൽ നമുക്ക് അധ്വാനിക്കാൻ തയ്യാറില്ലാതെ നമുക്ക് സാധനം കിട്ടിയാൽ എന്തും പണം കൊടുത്ത് നമ്മൾ വാങ്ങും, എന്തും പണം കൊടുത്ത് വാങ്ങുക എന്നുള്ള ഒരു ശീലത്തിലേക്ക് നമ്മൾ മാറി. അപ്പോൾ ഈ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് ജാം, ജെല്ലി, ഇപ്പം തന്നെ നമ്മൾ ചില ഈ എയർപോർട്ടിലൊക്കെ പോകാമെങ്കിൽ നമുക്ക് ഈ 2 ചക്കച്ചുളയും അതിൽ കുറച്ച് തേനും ഒഴിച്ച് നമുക്ക് തന്നു കഴിയുന്നതിന് അവർ 250 രൂപയാണ് അതിന് വില വാങ്ങുന്നത്. നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ വീട്ടുമുറ്റത്തെ 2 ചക്കച്ചുള, 2 വരിക്കച്ചക്കയുടെ ചുളയും അതിന് മുകളിൽ ഒരല്പം തേനും ഒഴിച്ച് നമുക്ക് തരികയാണ്. എന്തുകൊണ്ട് നമുക്ക് ഒരു പക്ഷേ ഇത് തേനിൽ വെച്ചിട്ട് തേൻ ചേർത്ത ഏതെങ്കിലും ഒരു ഉൽപ്പന്നമാക്കി മാറ്റാം. തേനും നമുക്ക് സുലഭമാണ്. അങ്ങനെയുള്ള ഈ പുതിയ കാലത്തിനും ശീലത്തിനും അനുസരിച്ചുള്ള വിഭവങ്ങളിലേക്ക് നമ്മൾ മാറണം. അല്ല ചക്കയായി ഒരു പക്ഷേ ആളുകൾ വാങ്ങി ഉപയോഗിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ എങ്ങനെ പുതിയ കാലത്തിൻ്റെ രീതിക്ക് അനുസൃതമായി നമുക്ക് മാറ്റിയെടുക്കാം, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാക്കാം. ഇപ്പം പഴയ നമ്മുടെ രുചിഭേദങ്ങളല്ല പുതിയ തലമുറയ്ക്ക്. ആ രുചിഭേദങ്ങൾക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളാക്കി അത് കൊടുക്കാൻ കഴിയണം.